ലോക ഫോട്ടോഗ്രാഫി ദിനമായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 19. ലോകത്തിന്റെ ഫോട്ടോഗ്രാഫി ചരിത്രത്തിൽ തന്നെ നിർണായക സ്ഥാനമുള്ള നിക്കോണിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക മാനേജിംഗ് ഡയറക്ടർ ശ്രീ നരേന്ദ്ര മേനോനുമായിട്ടുള്ള അഭിമുഖം കാണാം. സർ, സ്വാഗതം. ഒരു വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു മലയാളിയായിട്ടുള്ള ഒരു വലിയ ബ്രാൻഡിൻ്റെ ഒരു നിർണായക സ്ഥാനത്തിരിക്കുന്ന ഒരാളെ തന്നെ അതിഥിയായിട്ട് കിട്ടിയതിൽ. അപ്പോൾ എൻ്റെ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു സംശയം, പ്രത്യേകിച്ച് ഒരു 5-6 വർഷമായിട്ട് ആ സംശയത്തിൻ്റെ കനം കൂടി വരിക. നമ്മുടെ ഐഫോൺ ഉൾപ്പെടെയുള്ള പല ഫോണുകളും അടിപൊളി ക്യാമറ ഫീച്ചേഴ്സ് പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ പരമ്പരാഗത പ്രൊഫഷണൽ ക്യാമറകൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പ്രൊഫഷണൽ പിയാനോ എന്ന് പറയണത് മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു വലിയ പിയാനോ, അങ്ങനെ വലിയൊരു സ്റ്റാൻഡൊക്കെ വെച്ച് മെക്കാനിക്കൽ അല്ലേ, ട്യൂൺഡാണ്, വെൽ ട്യൂൺഡാണ്. ഓരോ സൗണ്ടും എഞ്ചിനീയേഴ്സ് അതിനെ സൗണ്ട് ഗ്രഹിച്ച് ആണ്. 150 ദിർഹാമിനാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് ലൈഫിൽ, ഒരു 3 വയസ്സായ കുട്ടിക്ക് നമ്മൾ പറയാ നമുക്ക് പിയാനോ പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് 150, 160, 200 ദിർഹാമിന്റെ ഒരു പിയാനോ ആണ്. ഓക്കെ. ഈ പിയാനോവും സൗണ്ട് ഉണ്ടാക്കും. തുടക്കം നമ്മൾ അവിടെ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് കോസ്റ്റ്, 2 അത് ആ ഫിംഗറിന്റെ സൈസസ് ആർ വെരി ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതേമാതിരിയാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ പറയണത്. ഓക്കെ. അപ്പോൾ തുടക്കം എന്തായാലും വേണം. ഈ സെഞ്ച്വറി ഒരു ബ്ലെസ്ഡ് സെഞ്ച്വറി ആണ് എന്നാണ് ഞങ്ങൾ ക്യാമറ മാനുഫാക്ചേഴ്സ് വിചാരിക്കുന്നത്. ബിക്കോസ് എവ്രിബഡി ഈസ് എ ഫോട്ടോഗ്രാഫർ, എവ്രിബഡി ഈസ് എ വീഡിയോഗ്രാഫർ. അതൊരു അവയർനെസ് അല്ലേ, അതൊരു നോളേജിനുള്ളൊരു അവയർനെസ്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇതൊരു കോമ്പറ്റീഷൻ അല്ല, ഇതൊരു കോംപ്ലിമെന്റിങ് ഈച്ച് അതറാണ്. അപ്പം നമുക്ക് പണ്ടാണെങ്കിൽ എനിക്ക് നിക്കോൺ സ്കൂൾ, ഫോർ എക്സാമ്പിൾ, ഒരു 15 കൊല്ലം മുമ്പ് നിക്കോൺ സ്കൂൾ നമ്മൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട വന്നിരുന്നറിയോ? ക്യാമറ എങ്ങനെയാ പിടിക്കുക, ലെൻസിന് എങ്ങനെയാ കൈ വെക്കേണ്ടത്, ഏത് കൂടെയാ നോക്കേണ്ടത്, അത്ര വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാ ഫ്രെയിം ചെയ്യുക. ഇന്ന് ഒരു മൊബൈൽ ഫോണിൽ കൂടെ തന്നെ നമ്മൾ ഫ്രെയിം ചെയ്യാൻ പഠിക്കുന്നു. അതൊരു സ്കൂൾ ടു ദി ഗ്രാജുവേഷൻ കൈൻഡ് ഓഫ് ജേർണിയാണ്. ഓക്കെ. അപ്പൊ നമുക്കതൊരു ചാലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചലഞ്ച് അല്ല എന്ന് മാത്രമല്ല, അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്, കോംപ്ലിമെന്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമായി നിക്കോൺ എന്ന വലിയ സ്ഥാപനത്തിന് ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനികളിൽ ഒന്നാണ് ഈ നിക്കോൺ ഈ മേഖലയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ആ ഒരു 50 വർഷത്തിനിടയിൽ നിക്കോൺ എടുത്ത ഏറ്റവും ഒരു ജൈജാനിക് മൂവ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ്? ഒരു പർട്ടിക്കുലർ കേസ് നിക്കോണിന്റെ മൗണ്ട് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ ഈ ക്യാമറയും ലെൻസും കൂടി അറ്റാച്ച് ചെയ്യണതിൻ്റെ ആ പാർട്ടിനാണ് നമ്മൾ മൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നിക്കോണിന്റെ മൗണ്ട് ആണ് നമ്മളത് നമ്മൾ DSLR-ൽ നമ്മൾ വി യൂസ് ടു കോൾ ഇറ്റ് ആസ് F മൗണ്ട്. അതിന്റെ സൈസ് വാസ് അബൌട്ട് 38 അങ്ങനെ എന്തോ ആയിരുന്നു സൈസ്. അവിടുന്ന് ഒരു ചേഞ്ച് വന്നത് 55mm മൗണ്ട് സൈസ് വന്നു. ഇതെന്താ ചെയ്യണ വെച്ചാൽ, ഒന്ന് ബിഗർ സെൻസർ നമുക്കുള്ളിൽ വെക്കാൻ പറ്റും. ആൻഡ് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രെയിമിനെ, ഒരു ബോഡീനെ കാട്ടിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ലെൻസസ് ആണ്. ആൻഡ് ഓരോ ലെൻസിനും ഒരു ഡിഫറെന്റ് വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ലെൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡിഫറെന്റ് ഫീൽ ഉണ്ട്. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബിഗർ മൗണ്ട് എന്നുള്ളത് നിക്കോൺ കൊണ്ടുവന്നത് ഒരു വലിയ ചേഞ്ചാണ് ഇൻഡസ്ട്രിക്ക്. ബിക്കോസ് എൻ്റെ ആരെങ്കിലും യൂസ് ചെയ്ത പഴയ ഒരു PL മൗണ്ട് ലെൻസ് എൻ്റെ അടുത്തുണ്ട്, പക്ഷെ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ടെക്നോളജി മാറി, അങ്ങനെ ഒരു സംഗതിയെ വരുന്നില്ല. ആ ലെൻസ് ഇന്നും റിലവൻ്റ് ആണ്. അത് എത്ര കാലം മുമ്പ് അവർ ചിലപ്പോൾ അവരുടെ ലോൺ എടുത്ത് അതിലൊരു കഥ ഉണ്ടാവും ആ ലെൻസ് മേടിച്ചതിന്, ആ കഥ ഇന്നും റിലവൻ്റ് ആണ്. അത് എപ്പോഴും നോക്കിയിട്ടില്ലേ, നമ്മുടെ ആ കണ്ടിന്യൂവിറ്റിക്ക് ഏത് ബ്രാൻഡ് ഹെൽപ്പ് ചെയ്യണു, അതാണല്ലോ ഹിസ്റ്ററി. അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ നിക്കോൺ ആ ഒരു ചേഞ്ച് അത് മിറർലെസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് നിക്കോൺ ഇങ്ങനെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തത്, വലിയ മൗണ്ട് കൊണ്ടുവന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വീഡിയോഗ്രഫിയിലും നിക്കോണിന് സമീപകാലത്ത് എടുത്ത ZR. അതെ, അതൊരു വലിയ മൊത്തത്തിൽ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിയൊരു മൂവായിരുന്നു. അത് ശരിക്കും ഇൻഡസ്ട്രിയെ കുലിക്കൊരു മൂവാണ്. കാരണം നമ്മൾ ഈ 12 ബിറ്റ് എന്നൊക്കെ പറയും, ഇതൊരു കളർ സയൻസ് ആണ്. നമുക്ക് ഈ എത്രത്തോളം ബിറ്റ് കളർ ഉണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന് അത്രയും ഭംഗി കൂട്ടാൻ പറ്റും. അപ്പോൾ
നിക്കോൺ ZR പറയുമ്പോൾ R3D പറഞ്ഞിട്ടൊരു റോ ആണ് ഇത് വിച്ച് ഇസ് എ റെഡ് റോ ആണ്. ഇത് റെഡിന്റെ കൊളാബറേഷന് ശേഷമാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഈ റെഡിന്റെ കളർ സയൻസ് തന്നെ സിനിമയിൽ ഏറ്റവും വലുതായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യണത് ആ റെഡിന്റെ കളർ സയൻസ് ആണ്. ബാക്കിയുള്ള ഒരു ഹാർഡ്വെയറിനെക്കാട്ടിലും ആ കളർ സയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കളർ സയൻസിലേക്ക് എത്തണമെങ്കിൽ നമുക്കിപ്പോൾ റെഡിന്റെ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിലും ഒരു $18,000 നമുക്ക് കൊടുക്കേണ്ടി വരും ഒരു റോ ആ കളർ സയൻസിൽ കിട്ടാൻ. ഇതായിരുന്നു ഒരു 10 മാസം മുമ്പ് വരെയുള്ള സ്റ്റോറി. ആഫ്റ്റർ ZR വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ക്യാമറ ഇൻ ദി വേൾഡ് വേർ യു ക്യാൻ ഗെറ്റ് 12-bit കളർ ഇൻ റെഡ് റോ. അത് പറയുമ്പോൾ ഒരു സിനിമ ഉണ്ടാക്കാം നമുക്ക് ക്യാമറ വെച്ച്. എത്ര നമ്മുടെ ക്യാമറയുടെ ബോഡിയുടെ വില $2,000. 55mm മൗണ്ട്, PL ലെൻസ്, ബെസ്റ്റ് ലെൻസ് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതായത് ഒരു $18,000 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന അതേ സാധനമാണ് $2,000 കൊടുത്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേ കളർ ആൻഡ് അതും ഞാൻ പറയുന്നു, ലെൻസ് മേടിക്കാൻ ഓടണ്ട. ബിക്കോസ് എൻ്റെ അടുത്ത് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ലെൻസ് PL മൗണ്ട് എൻ്റെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കൂ. ആ ലെൻസ് 55mm മൗണ്ട് ZR കണക്ട് ചെയ്യാം. അപ്പൊ ശരിക്കും ആ കണ്ടിന്യൂറ്റി ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് കളർ ആൻഡ് റോ അറ്റ് $2,000 വേറൊരു ബ്രാൻഡിനും ഇങ്ങനെ കൺസ്യൂമറിന് കൊടുക്കാൻ പറ്റില്ല ആസ് ഓഫ് ടുഡേ. അത് വലിയൊരു റെവല്യൂഷൻ ആണ്. കാരണം ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ മേടിക്കുമ്പോൾ വെറും എക്യുപ്മെന്റിന് മാത്രം നമുക്ക് അതേ റോ കണ്ടന്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു $18,000 to $20,000 ചെലവാക്കണം. അതിന് നമുക്കൊരു $2,000 വിത്ത് ഈവൻ യുവർ കറന്റ് ലെൻസസ് യു സ്റ്റിൽ ക്യാൻ വർക്ക് ഓൺ ഇറ്റ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് പാഷനാണ്, പക്ഷേ ഒരു കമ്പനിക്കും അത് പാഷനായി തീർന്ന ഒരു കമ്പനിയാണ് നിക്കോൺ എന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അതായത് നിക്കോണിന്റെ കയ്യിൽ കാശ് മുടക്കിയിട്ട് ആളുകളെ ഇത് ഫോട്ടോഗ്രാഫി ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ ഇത് എൻജോയ് ചെയ്തു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് ആളുകളെ വിളിക്കുകയാണ്. അതിനെ എങ്ങനെ കാണുന്നത്? അങ്ങനെ അതൊരു മാതൃകാപരമായ നടപടി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കും നിക്കോൺ സ്കൂൾ വളരെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, പലപ്പോഴും നമ്മളൊരു 8ാം ക്ലാസ്സിലത്തെ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഇൻറ്റൻഷൻ ഇല്ല ഇവര് നാളെ നമ്മുടെ ക്യാമറ മേടിക്കും എന്ന് ഒരു ഇൻറ്റൻഷൻ ഇല്ല. പക്ഷെ അവിടെ നമ്മുടെ പ്രോമിസ് എന്താ വെച്ചാൽ ഈ കുട്ടിക്ക് വേൾഡിനെ എങ്ങനെ കാണാൻ പറ്റും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ത്രൂ ഒരു വീഡിയോ ഓർ ഫോട്ടോ ക്യാപ്ചറിങ് ഡിവൈസ്. ഇതൊരു പാട്ടൊക്കെ പഠിക്കണോ, ലൈഫ് ലോങ് ജേർണിയാണ്. അപ്പോൾ ഐ തിങ്ക് നിക്കോൺ ഇസ് വെരി ബ്ലെസ്ഡ്. ആ നിക്കോൺ സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് കുട്ടികൾക്കും എൽഡേഴ്സിനും, പിന്നെ കുറേ വീട്ടമ്മമാർ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്, യൂട്യൂബേഴ്സ്, അവർക്കും കൂടിയിട്ട് അവരുടെ ക്വാളിറ്റി ഓഫ് ഇമേജ് ആൻഡ് അവരുടെ തോട്ട് പ്രോസസ് വേൾഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ ക്ലാസ്സസ് വരെ ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് മേടിക്കാണ്ടോ ആയിരിക്കും, പക്ഷേ യുവർ നോളേജ് ഇസ് എൻഹാൻസ്ഡ്. ഐ തിങ്ക് അതാണ് ആ ജേർണി. ആൻഡ് പിന്നെ ആ ജേർണിയിൽ നമുക്ക് പല ലെൻസസും പല ബോഡീസും അതിൻ്റെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് വരും. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രൊഡക്റ്റിലാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ തന്നെ ഫ്യൂ മില്യൺ വർത്ത് ഓഫ് ക്യാമറാസ് ലെൻസസ് ഉണ്ട്. ഇത് എന്തിനാ അവിടെ വെച്ച്, ഇവിടെ ഓഫീസിൽ വെറുതെ വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് നിക്കോൺ പ്രീമിയം മെമ്പറിന് നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് എടുത്തിട്ട് പോവാം. അപ്പോൾ ഒരു ഷൂട്ട് ഉണ്ടെങ്കിൽ 800mm വേണം പറഞ്ഞാൽ നമുക്ക് 800mm ഫ്രീ ആയിട്ട് അവർക്ക് ഷൂട്ട് ചെയ്യാൻ കൊടുക്കും. ബിയോണ്ട് നിക്കോൺ പ്രീമിയം മെമ്പർ ഓൾസോ നമ്മൾ സർട്ടൻ ടൈംസ് ഇഫ് പീപ്പിൾ വാണ്ട് എൻ എക്യുപ്മെന്റ്, പ്ലീസ് ലെറ്റ് us know in advance. ആൻഡ് നമ്മൾ ഫ്രീ ഓഫ് ഒന്നേ ഉള്ളൂ തിരിച്ചു കൊണ്ടുവന്ന് തരണം, പക്ഷേ തിരിച്ചു കൊണ്ടുവന്ന് തരുന്നതിന് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കാം. ശരിക്കും മഹേഷിന്റെ ചാച്ച പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലേ? അത് പഠിക്കാൻ മാത്രമേ പറ്റൂ. എന്താ സാറിന്റെ അഭിപ്രായം? നിക്കോൺ സ്കൂൾ ഇത്രയും കാലമായിട്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനാണ്. അതൊരു ജനിച്ചപ്പോൾ വരുന്ന ഇതൊന്നുമല്ല. ആർട്ടിസ്റ്റിക് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആണ്. പക്ഷേ അല്ലാണ്ട് പലവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊരു ഹോബി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിയൊരു നോളജാണ്. അല്ലാണ്ട് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഇല്ലെങ്കിൽ അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു അങ്ങനെയൊന്നുമില്ല. $2,000 മുകളിലൊരു ക്യാമറ മേടിച്ചാൽ നമ്മൾ പ്രോമിസ് ചെയ്യണത് $4,000 ഓളം നിങ്ങൾക്ക് യാത്രകളിലൂടെ തിരിച്ച് നിങ്ങൾക്ക് തരും. അതും നിക്കോൺ മാത്രം പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ചെയ്യണത്? ബിക്കോസ് ആ ക്യാമറ മേടിച്ചത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ സ്കിൽസ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ട്രാവൽസ് ചെയ്യും.
ആ ട്രാവലിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. ഓക്കെ, അത്തരം പിന്നെ യാത്രകൾ നിക്കോൺ തന്നെ കണ്ടക്ട് ചെയ്യും? നിക്കോൺ തന്നെ കണ്ടക്ട് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, $1,500 കെനിയ ട്രിപ്പാണ് വിചാരിക്കൂ, നമ്മൾ $500 ഞങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്യും. ഓർ 30% വിച്ച് എവർ ഇസ് ഹയർ, അതിൻ്റെ മാക്സിമം നമ്മൾ അത് എനിക്ക് തോന്നുന്നു ആരും ഒരു ബ്രാൻഡും ചെയ്യണ കാര്യമില്ല. അപ്പോൾ അങ്ങനെയും പഠിക്കാം നമുക്ക്. അപ്പോൾ നിക്കോൺ പ്രീമിയം മെമ്പർ പ്രോഗ്രാം ആവൂ, ക്യാമറ മേടിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടത് $2000 ഒരു ക്യാമറ, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം ബ്രാൻഡിനോട്. അത്ര തന്നെ. താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. ഹാവ് എ ഗുഡ് ഈവനിങ്.